देवकी सुत गोविन्द देवकी सुत गोविन्द देवकी सुत गोविन्द देवकी सुत गोविन्द वासुदेव जगत्पते देवकी सुत गोविन्द वासुदेव जगत्पते देहि मे शरणं कृष्ण देहि मे शरणं कृष्ण त्वाम् अहं शरणं गतः देहि मे शरणं कृष्ण त्वामहं ശരണം ഗത. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11-ാം അധ്യായം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അതിൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ നഗരമായ ദ്വാരകയിലേക്ക് എഴുന്നള്ളുന്നതും ദ്വാരകാവാസികൾ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ ആ ആഗമനം ഒരു മഹോത്സവമായി കൊണ്ടാടുന്നതുമാണ് നമ്മളതിൽ കണ്ടത്. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 12-ാം അധ്യായമാണ്. പരീക്ഷത്തിൻ്റെ ജനനമാണ് ഇതിൽ പ്രതിപാദ്യ വിഷയം. ശൗനകൻ സൂതമുനിയോട് ചോദിക്കുകയാണ്, അലയോ ഗുരു, അങ്ങ് പറഞ്ഞു അശ്വത്ഥാമാവയച്ച ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്സിൽ നിന്നും ഉത്തരയുടെ ഗർഭത്തെ സംരക്ഷിച്ചുകൊണ്ട് അതിലുണ്ടായിരുന്ന പരീക്ഷിത്ത് രാജാവിനെ കൃഷ്ണൻ രക്ഷിച്ചുവെന്ന്. ബുദ്ധിമാനും മഹാത്മാവുമായ പരീക്ഷത്തിൻ്റെ ജനനവും കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ നിധനത്തിന് ശേഷമുള്ള കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു? ശ്രീ ശുകബ്രഹ്മ മഹർഷി പരീക്ഷത്തിന് ഉപദേശിച്ച ആ ബ്രഹ്മജ്ഞാനത്തെ അറിയുവാൻ ഞങ്ങൾക്കെല്ലാം അതിയായ ആഗ്രഹമുണ്ട്. അതും കൂടി ഞങ്ങൾക്ക് അങ്ങ് ദയവായി പറഞ്ഞു തരണം. ശൗനകൻ്റെ ആ ചോദ്യം കേട്ട് സന്തോഷത്തോടുകൂടി സൂതൻ അതിന് മറുപടി പറഞ്ഞു. ഋഷികളെ, അച്ഛനെപ്പോലെ തന്നെ ധർമ്മരാജാവ് യുധിഷ്ഠിരൻ തൻ്റെ രാജ്യത്തെയും പ്രജകളെയും സന്തുഷ്ടിയോടെ പരിപാലിച്ചു പോന്നു. ഭഗവത് സംഘം കൊണ്ടുണ്ടായ പവിത്രതയിൽ ധർമ്മപുത്രർ വിഷയങ്ങളിൽ നിന്നകന്ന് നിസ്പൃഹനായി തൻ്റെ കർമ്മരംഗങ്ങളിൽ പ്രവർത്തിച്ചു. ക്രമേണ അദ്ദേഹം 3 ലോകങ്ങളിലും അതിപ്രശസ്തനായി. ധർമ്മപുത്രൻ അനുഷ്ഠിച്ച യാഗങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബമഹിമയും വീര സഹോദരന്മാരെക്കുറിച്ചും ഭൂലോകത്തിൽ അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ സർവ്വലോകങ്ങളിലും ചർച്ചാവിഷയങ്ങളായി. അല്ലയോ ബ്രാഹ്മണരെ, പക്ഷേ മുകുന്ദനിൽ മനസ്സുറച്ചവന് വിഷയങ്ങളിൽ എങ്ങനെ രമിക്കാൻ കഴിയും? ദേവന്മാർ പോലും കൊതിക്കുന്ന സുഖഭോഗങ്ങളുടെ അധിപനായിരുന്നിട്ട് പോലും യുധിഷ്ഠിരൻ അവയിൽ നിന്നൊക്കെ അകന്ന് ഭഗവാനിൽ മനസ്സുറപ്പിച്ചു. ഭൃഗുവര്യ, അമ്മയുടെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്ര അഗ്നിയുടെ ചൂടിൽ ചുട്ടുപൊള്ളുന്ന സമയം മറ്റേതോ ഒരു അത്ഭുത ശക്തി തൻ്റെ രക്ഷയ്ക്കായെത്തിയതായി വീരനായ പരീക്ഷിത്ത് മനസ്സിലാക്കിയിരുന്നു. തിളങ്ങുന്ന പൊന്നിൻ കിരീടവും ഇടിമിന്നൽ പോലെ സ്ഫുരിക്കുന്ന മഞ്ഞപ്പട്ടും ധരിച്ച് കൈയുടെ തള്ളവിരൽ മാത്രം വലിപ്പമുള്ള ഭഗവാന്റെ രൂപം പരീക്ഷിത്ത് ഉത്തരയുടെ ഗർഭത്തിൽ കിടന്ന് കണ്ടു. 4 തൃക്കൈകളോടെ രക്തനേത്രങ്ങളോടെ കനകകുണ്ടലങ്ങളും അണിഞ്ഞ് സകല ദിക്കുകളും നിറഞ്ഞു വാഴുന്ന ഭഗവാന് ചുറ്റും ഗദായുധം ഒരു ഉൽക്കാഭ പോലെ ഭ്രമണം ചെയ്തു. സൂര്യൻ നീഹാരബിന്ദുക്കളെ ബാഷ്പീകരിക്കും വണ്ണം തന്നെ നിഗ്രഹിക്കാനെത്തിയ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ ഭഗവാൻ ഇല്ലാതാക്കുന്നതും പരീക്ഷിത്ത് ഗർഭസ്ഥനായിരുന്നു കൊണ്ട് തന്നെ കണ്ടറിഞ്ഞു.
അന്ന് താൻ കണ്ട ആ രൂപം ആരുടേതായിരിക്കാം എന്ന് ചിന്തിച്ചു. ക്ഷണത്തിൽ തന്നെ സർവഭൂതഹൃദയസ്ഥനും ധർമ്മരക്ഷകനുമായ ഭഗവാൻ ഹരി പരീക്ഷിത്തിൻ്റെ ദർശനത്തിൽ നിന്നും മറഞ്ഞു. അതിനുശേഷം നല്ല ശകുനങ്ങൾ കണ്ടു തുടങ്ങി. ഗ്രഹങ്ങളെല്ലാം അനുകൂല രൂപത്തിൽ വന്നു. അപ്പോൾ പാണ്ഡവ വംശത്തിൻ്റെ അനന്തരാവകാശിയായി മഹാനായ ശ്രീ പരീക്ഷിത് രാജാവ് ഭോജാതനായി. പരീക്ഷിത് രാജാവിൻ്റെ ജനനത്തിൽ സന്തുഷ്ടനായ യുധിഷ്ഠിരൻ, ധൗമ്യൻ, കൃപാചാര്യർ തുടങ്ങിയ ബ്രാഹ്മണോത്തമന്മാരെ കൊണ്ട് കുട്ടിയുടെ ജാതകർമ്മം അത്യന്തം മംഗളകരമായി ചെയ്യിപ്പിച്ചു. ദാനധർമ്മങ്ങളെ യഥാവിധം അറിയുന്ന രാജാവ് തദവസരത്തിൽ സ്വർണം, ഭൂമി, ഗ്രാമം, ആന, കുതിര, അന്നം മുതലായ വസ്തുക്കളെ ബ്രാഹ്മണർക്ക് നൽകി അവരുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായി. അതിൽ സന്തുഷ്ടരായി ബ്രാഹ്മണർ പറഞ്ഞു, അല്ലയോ പൗരർഷഭ, ഈ നവജാത ശിശു പുരുവംശത്തിൻ്റെ മേൽക്കോയ്മയെ അങ്ങേ അറ്റം ഉയർത്തുന്നവനായിരിക്കും. പരിഗ്രഹ സാധ്യമല്ലാത്ത ബ്രഹ്മാസ്ത്ര തേജസ്സിൽ നിന്ന് സർവശക്തനും സർവഭൂത ഹൃദിസ്ഥനുമായ വിഷ്ണു ഭഗവാനാണ് ഈ പുത്രനെ രക്ഷിച്ചെടുത്ത് അങ്ങയെ അനുഗ്രഹിച്ചത്. ആയതിനാൽ ഇവൻ ലോകത്തിൽ വിഷ്ണുരാതൻ എന്ന നാമത്തിൽ വിഖ്യാതനാകും. അവിടുന്ന് ഒട്ടും തന്നെ സംശയിക്കേണ്ടതില്ല. ഈ കുഞ്ഞ് സർവഗുണസമ്പന്നനും തികഞ്ഞ ഒരു ഭരണാധികാരിയും ഭഗവാനിൽ അതീവ ഭക്തിയുള്ളവനുമായിരിക്കും. യുധിഷ്ഠിരന് സന്തോഷമായി. ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം ആ ബ്രാഹ്മണനോട് ചോദിച്ചു, ഗുരു, ഈ കുഞ്ഞ് ഞങ്ങളുടെ പൂർവികന്മാരെ പോലെ പേരും പെരുമയും ഉള്ളവനാകുമോ? ഇവൻ്റെ ഭാവിയെപ്പറ്റി അറിയുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ബ്രാഹ്മണർ പറഞ്ഞു, ഹേ രാജൻ, മനുപുത്രനായ ഇക്ഷ്വാകുവിന് തുല്യനാണ് ഈ കുട്ടി. ഇവൻ ബ്രാഹ്മണ്യത്തിൽ സത്യസന്ധനായ ദശരഥൻ്റെ പുത്രൻ ശ്രീരാമനെ പോലെയാകും. ദാനശീലനും ശരണാഗത രക്ഷകനുമായ ശിബി മഹാരാജാവിനെ പോലെ ഇവൻ യശസ്സുള്ളവനാകും. ദുഷ്യന്തപുത്രനെപ്പോലെ നിങ്ങളുടെ വംശത്തിൻ്റെ കീർത്തി ഇവൻ വാനോളം ഉയർത്തും. അർജുനനെപ്പോലെ ധനുർവിദ്യയിൽ അങ്ങേയറ്റം പ്രാവീണ്യമുള്ള ഇവൻ അഗ്നിക്ക് തുല്യം ശക്തിമാനും സമുദ്രത്തെപ്പോലെ മറികടക്കപ്പെടാൻ കഴിയാത്തവനുമായിരിക്കും. ഈ കുഞ്ഞ് മൃഗേന്ദ്രനെപ്പോലെ വിക്രമമുള്ളവനും ഹിമവാനെപ്പോലെ നിഷേവ്യനും തൻ്റെ പൂർവികന്മാരെ പോലെ അത്യന്തം സഹിഷ്ണുവുമായിരിക്കും. തൻ്റെ മുത്തച്ഛനെപ്പോലെ സമചിത്തനും ദാനശീലനുമായിരിക്കും ഈ കുട്ടി. കൈലാസനാഥനായ ശ്രീ പരമേശ്വരനെപ്പോലെയും രമാപതിയായ വിഷ്ണുവിനെപ്പോലെയും ഇവൻ സകല ഭൂതങ്ങൾക്കും ആശ്രയസ്ഥാനവുമായിരിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സകല സദ്ഗുണങ്ങളും ഇവനുണ്ടാകും. മാത്രമല്ല, രന്തിദേവനെപ്പോലെ ഉദാരമതിയും യയാതിയെപ്പോലെ ധാർമ്മികനുമായിരിക്കും. ഹേ മഹാരാജാവേ, ഈ കുട്ടി ക്ഷമയിൽ ബലിയെപ്പോലെയും ഭക്തിയിൽ പ്രഹ്ലാദനെപ്പോലെയുമായിരിക്കും. ഇവൻ അശ്വമേധയാഗങ്ങൾ ചെയ്തവന് തുല്യം അളവറ്റ അനുഭവ സമ്പത്തിനുടമയായിരിക്കും. ഈ കുഞ്ഞ് വളർന്ന് അനേകം രാജർഷികൾക്ക് മാതൃകയായി മാറും. ഭുവനത്തിൻ്റെ രക്ഷയ്ക്കും ധർമ്മപരിപാലനത്തിനും വേണ്ടി ഒരു വീരശൂര പരാക്രമിയെപ്പോലെ ഇവൻ അക്രമികളോട് പോരാടി വർത്തിക്കും. പിന്നീട് ഒരിക്കൽ ഒരു ബ്രാഹ്മണകുമാരൻ്റെ ശാപത്താൽ തക്ഷക ദംശനമേറ്റ് ശരീരം വെടിയും എന്ന വാർത്ത കേൾക്കുന്നതോടെ ഈ മഹാത്മാവ് തൻ്റെ സകല ലൗകിക വിഷയങ്ങളും വെടിഞ്ഞ് ഹരിയുടെ ചരണത്തിൽ അഭയം പ്രാപിക്കും. ഹേ രാജൻ, അങ്ങനെ രാജകീയമായ സകല സുഖഭോഗങ്ങളും ത്യജിച്ച് ഗംഗയുടെ തീരത്ത് ചെന്ന് വ്യാസപുത്രനായ ശ്രീ ശുകബ്രഹ്മ മഹർഷിയിൽ നിന്നും ആധ്യാത്മിക ജ്ഞാനം നേടി മൃത്യുഭയമകന്ന് ഈ പുണ്യാത്മാവ് ജീവൻ മുക്തനാകും. സൂതൻ വീണ്ടും ഋഷികളോട് പറയുകയാണ്, ഇങ്ങനെ ജ്യോതിഷരത്നങ്ങളായ ബ്രാഹ്മണന്മാർ യുധിഷ്ഠിരന് പരീക്ഷത്തിൻ്റെ ഭാവി ജീവിതവും അതിൻ്റെ ലക്ഷ്യവും വിവരിച്ചു കൊടുത്തു. അതിനുശേഷം യഥാവിധി ദക്ഷിണയും സ്വീകരിച്ച് അവർ തങ്ങൾക്കുള്ള ഭവനങ്ങളിലേക്ക് അന്യോന്യം പിരിഞ്ഞുപോയി. അങ്ങനെ തൻ്റെ പേരക്കുട്ടി പരീക്ഷത്ത് എന്ന നാമത്തിൽ ലോകത്തിൽ വിഖ്യാതനാകുമെന്നും തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വച്ച് കണ്ട ഭഗവത് സ്വരൂപത്തെ ഇവൻ സകല ഹൃദയങ്ങളിലും തേടുകയും പിന്നീടതിനെ ധ്യാനിച്ച് പരമമായ ഗതിയെ പ്രാപിക്കുമെന്നുമുള്ള സത്യത്തെ അവർ ഈ ബ്രാഹ്മണന്മാരിൽ നിന്നും മനസ്സിലാക്കി. അമാവാസിക്കു ശേഷം ചന്ദ്രബിംബം ദിനംതോറും വർദ്ധിക്കുന്നത് പോലെ ഈ കുഞ്ഞ് സകലവിധ സ്നേഹവാത്സല്യങ്ങളോടെയും രാജകീയ ബഹുമതികളോടെയും നാൾക്കുനാൾ വളർന്നു. അതിനുശേഷം
യുധിഷ്ഠിരൻ യുദ്ധത്തിൽ എതിരാളികളെ കൊന്നു നേടിയ പാപഭാരം കുറയ്ക്കുന്നതിനു വേണ്ടി ഒരു അശ്വമേധ യാഗത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു. ഖജനാവിലുള്ള പണമല്ലാതെ യാഗത്തിനാവശ്യമായ പ്രത്യേക ധനം സമ്പാദിക്കുന്നതിലേക്ക് അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിലാഷത്തെ മാനിച്ച് ഭഗവാന്റെ ഉപദേശപ്രകാരം പാണ്ഡവ സഹോദരന്മാർ ഉത്തരദിശയിൽ നിന്നും യാഗത്തിനാവശ്യമായ പണം കൊണ്ടുവന്നു. അത് വിനിയോഗിച്ച് യുധിഷ്ഠിരൻ 3 അശ്വമേധ യാഗങ്ങൾക്കുള്ള സംഭാരങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെ ശാന്തി മാർഗത്തിലൂടെ യുദ്ധ പരിണാമത്തിൽ ഭീതനായ ധർമ്മപുത്രർ ഭഗവാൻ ഹരിയിൽ അഭയം പ്രാപിച്ചു. യാഗത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനും ക്ഷണിക്കപ്പെട്ടു. ബ്രാഹ്മണോത്തമന്മാരാൽ വിധിമതമായി ചെയ്യപ്പെട്ട യാഗത്തിൽ ഭഗവാൻ തൃപ്തനായി. ഹസ്തിനപുരവാസികളുടെ ഇഷ്ടാനുസരണം ഭഗവാൻ 1-2 മാസങ്ങൾ അവിടെ താമസിച്ചു. അതിനുശേഷം ഒരു ദിവസം യുധിഷ്ഠിരനോടും ദ്രൗപദിയോടും മറ്റുമുള്ള ബന്ധുമിത്രാദികളോടും യാത്ര പറഞ്ഞ് ഭഗവാൻ അർജുനനോടും മറ്റു കുറേ യദുക്കളോടുമൊപ്പം ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 12-ാം അധ്യായം സമാപിക്കുന്നു. ഹരിഹി ഓം.